ഏക്കും പൂക്കും അറിയാത്ത ഒരു ട്രാൻസ്ലേറ്റർ. സ്ക്രിപ്റ്റ് ഇല്ലേ, അപ്പ പൊളിയും സംഖികൾ. അതാണെന്ന് വിഴിഞ്ഞം വേദിയിൽ കണ്ടത്. നേരത്തെ പ്രോംപ്റ്ററിൽ കണ്ണിൻ്റെ മുന്നിൽ അടിച്ചു വെച്ചിരിക്കുന്നത് അതേപടി നോക്കി വിശ്വകുരു വായിക്കും. ആ പ്രോംപ്റ്ററിൽ അടിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ മലയാള പരിഭാഷ മറ്റൊരുത്തനെ ഏൽപ്പിച്ച് അവനെ കൊണ്ടത് വായിപ്പിക്കുകയാണ്, അല്ലാതെ കേട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല. അങ്ങനെ വന്നപ്പോഴാണ് ഔട്ട് ഓഫ് സ്ക്രിപ്റ്റ് വിശ്വകുരു ഒരു ഡയലോഗ് അടിച്ചത്. ആ ഡയലോഗ് അടിച്ചതോടുകൂടി സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ ഏതൊരു സംഗീത അവസ്ഥയും ഇതുപോലെയാണ്, വെറും മണകൊണാഞ്ചനാകും. हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है। यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा. നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. He could not. कल मैसेज चला गया जहां जा रहा था. साथियों, മൊത്തം തിരക്കഥ മാത്രം, തിരക്കഥ, സംഭാഷണം ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വിശ്വകുരു ഉണ്ട്. ഇല്ലാതെ വെറുതെ നിർത്തുകയാണെങ്കിൽ മുൻപ് നമ്മൾ കണ്ടതുപോലെ ഹെഡ്ഫോൺ കണക്ഷൻ കട്ടായതോടുകൂടി ആ നിലയത്തിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ പോലും കട്ടായി പോകുന്നൊരു ദൃശ്യം ഇടയ്ക്ക് വിദേശ രാജ്യത്തുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കണ്ടതാണ്. അത്രയേ ഉള്ളൂ. അതുതന്നെയാണ് ഇവിടെയും കണ്ടത്. അതിൽ എയർലൈൻസ് എന്ന് കേട്ടപ്പോഴാണ് വിശ്വകുരുവിന് കത്തിയത്. ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി വരാത്തതും ഇന്ത്യ മുന്നണിയെയും കുറിച്ച്, അയാൾ എന്തോ എയർലൈൻസിനെ കുറിച്ച് പറയുന്നു. ഇതാണ് ഇവർക്കിടയിലെ ട്രാൻസ്ലേറ്റർമാർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണല്ലോ സംഘപരിവാറിനെ നിലനിർത്താൻ വേണ്ടി ഇതുപോലുള്ള സ്വയം പ്രവർത്തിക്കാത്ത എന്നാൽ സ്ക്രിപ്റ്റിലൂടെ മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അത് ഓടിക്കേണ്ടി വരുന്നത്. അതിന് ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ആളും പൊളിയും, ഒപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളും പൊളിയും. ഇതാണ് ഇവരുടെ ഭാഷാ പരിജ്ഞാനം. അരി എത്ര എന്ന് പറഞ്ഞാൽ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണിന്നിപ്പോൾ ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായ വേദിയിൽ പ്രധാനമന്ത്രിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്ന ആൾ ഔട്ട് ഓഫ് സിലബസ് ഒരു വാചകം പറഞ്ഞോടുകൂടി സ്ക്രിപ്റ്റിന് പുറത്തുള്ള കാര്യം വന്നപ്പോൾ കണ്ണ് തള്ളി. പിന്നെ എയർലൈൻസായി. എവിടെ നിന്നാണ് എയർലൈൻസ് കിട്ടിയെന്ന് ചോദിച്ചാൽ ആർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അത് കേട്ടിട്ട് സ്വന്തം പാർട്ടിയിലെ ഒരു സംഖ്യയെക്കുറിച്ച് ഓർത്തിട്ട് വിശ്വകുരു തന്നെ ചിരിച്ചു പോകുന്ന അവസ്ഥ. चला गया जहां जा रहा था.